അപ്പോൾ നമ്മൾക്ക് ഇനിയുമുണ്ട് കാഴ്ച ബാക്കി. നമ്മൾ ഇനി കരയിൽ നിന്നും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ. കൊച്ചി നഗരഹൃദയത്തിൽ അധികം ആരും അറിയാത്ത ഒരു കയാക്കിംഗ് സ്പോട്ടുണ്ട്. അതിമനോഹരമായ വടുതല കറുങ്കോട്ട ദ്വീപിലൂടെയാണ് കയാക്കിംഗ്. എറണാകുളം ആ നഗരത്തിന്റെ ദൂരക്കാഴ്ചയും കണ്ട് ചെമ്മീൻ കെട്ടിലൂടെ കണ്ടൽക്കാടുകൾക്ക് നടുവിലൂടെയുള്ള ഒരു യാത്ര ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് കറുങ്കോട്ട ദ്വീപിലേക്ക് എത്തുന്നത്. ദ്വീപ് സന്ദർശകർക്ക് കയാക്കിംഗ് ഒരുക്കുന്നത് വടുതലയിലെ ഒരു ചെറിയ കുടുംബമാണ്. അവരുടെ വിശേഷങ്ങളിലേക്കും ആ കയാക്കിംഗ് കാഴ്ചകളിലേക്കുമാണ് അശ്വിൻ പാലാഴിയുടെ നമ്മൾ തുഴഞ്ഞു പോകാൻ പോകുന്നത്. ഹായ്, ഇന്നത്തെ നമ്മുടെ യാത്ര കുറങ്കോട്ട ദ്വീപിലേക്കാണ്. എറണാകുളം ജില്ലയുടെ ഹൃദയത്തിലുള്ള ഒരു ചെറിയ ദ്വീപാണ്. വളരെ മനോഹരമായ കാഴ്ചകളുള്ള ഒരു ചെറിയ സ്ഥലം. അവിടേക്ക് പോകണമെങ്കിൽ വടുതലയിൽ നിന്ന് വള്ളത്തിൽ വേണം പോകാൻ. നമ്മളെന്തായാലും അവിടേക്കുള്ള യാത്രയിലാണ് ഇന്ന്. നമുക്കൊപ്പം ഇന്നത്തെ യാത്രയിൽ വടുതലക്കാരനായ അൽഫോൺസ് കൂടിയുണ്ട്. അൽഫോൺസാണ് നമ്മളെ ഇന്ന് കുറങ്കോട്ട ദ്വീപിലേക്ക് കൊണ്ടുപോകുന്നത്. അൽഫോൺസ്, എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത്? നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ ബോട്ടിംഗ് വഴിയായിട്ടാണ്. അത് എത്തിപ്പെടുന്നത് കുറങ്കോട്ട എന്ന് പറഞ്ഞ ദ്വീപാണ്. അപ്പോൾ അവിടെ ഏകദേശം ഒരു 15 to 20 മിനിറ്റ്സ് യാത്രയുടെ എത്തിച്ചെന്നിട്ട് ഉള്ളിലൊരു 1 hour കയാക്കിങ്. അപ്പോൾ ഉള്ളിൽ ചെമ്മിങ്കെട്ടാണ്, ഏകദേശം ഒരു 25 acres ഓഫ് ചെമ്മിങ്കെട്ടാണ്. ഉള്ളിൽ കണ്ടൽക്കാടുകളുണ്ട്. ഇതുപോലെ കുറേ കൃഷികളായിരുന്നു ഓൾറെഡി നേരത്തെ. അപ്പം അങ്ങനെ വടുതല മണിമൂപ്പൻ കടവിൽ നിന്ന് വള്ളത്തിൽ വേണം കറുങ്കോട്ട ദ്വീപിലേക്ക് എത്താൻ. യാത്രയിൽ എറണാകുളം നഗരത്തിന്റെ ദൂരക്കാഴ്ച കണ്ണിലുടക്കും. ക്യൂൻസ് വേ, ബോൾഗാട്ടി പാലസ്, ഹൈക്കോടതി, നീണ്ടു നിവർന്ന് കിടക്കുന്ന മഹാനഗരം. പതിനഞ്ച് മിനിറ്റോളം നീളുന്ന വഞ്ചിയാത്ര കറുങ്കോട്ട ദ്വീപിലെത്തിയാൽ കാഴ്ചകളും മാറും. കണ്ടൽക്കാടുകളെ തൊട്ടറിഞ്ഞ് മുന്നോട്ട്. ദ്വീപിന്റെ നടുവിലായി വടുതല സ്വദേശി ജിജാസിന ഒരു കൊച്ചു ഹോം സ്റ്റേ ഉണ്ട്. ഇവർ തന്നെ നടത്തുന്ന കയാക്കിംഗ് ആണ് ദ്വീപ് യാത്രികർക്ക് പ്രധാന ആകർഷണം. അങ്ങനെ വള്ളത്തിലുള്ള യാത്ര കഴിഞ്ഞ് നമ്മൾ കുറങ്കോട്ട ദ്വീപിലെത്തിയിരിക്കുകയാണ്. ഇവിടെയും ഇനി ഒരുപാട് അതിശയങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. കണ്ട കാഴ്ചകളേക്കാൾ വളരെ വലുത് ഇവിടെയും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കയാക്കിംഗ് ആണ്. അതിനുവേണ്ടിയാണ് പ്രധാനമായും നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. നമസ്കാരം, വെൽക്കം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമല്ലേ നമ്മളെ? അതെ, ഇത് കുറങ്കോട്ട ഐലൻഡാണ്. കുറങ്കോട്ട എന്നറിയപ്പെടുന്നത് നമ്മുടെ ചെമ്മീക്കട്ടാണ് ആക്ച്വലി. പണ്ടോട്ടെ ഇവിടെല്ലാം കാരണന്മാരുടെ കാലം തൊട്ട് കൃഷിയായിരുന്നു. ആദ്യ കാലത്ത് കൃഷിയായിരുന്നു മൊത്തത്താല്. ഇപ്പൊ ചെമ്മീക്കെട്ടുകളാണ്. ഇപ്പോഴും ചെമ്മീക്കെട്ടുണ്ട്. അതിന്റെ ഇടയ്ക്കൂടെയാണ് കയാക്കിങ്. അതെ, ഈ ചെമ്മിക്കന്റെ അകത്താണ് നമുക്ക് കയാക്കിങ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് നമുക്ക് 2 വീടുണ്ട്. പണ്ട് നെല്ലൊക്കെ വെച്ചേച്ച സ്ഥലങ്ങളായിരുന്നു. അതെ, അതിപ്പോ നമ്മൾ വീടായിട്ട് ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കുന്നതാണ്. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് കയാക്കിംഗ് ഉണ്ട്. കയാക്കിങ്ങും മെയിനായിട്ട് നമുക്ക് ഇവിടെ കയാക്കിങ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വർഷങ്ങളായി കൃഷിയിടമായി കിടന്ന സ്ഥലത്താണ് ജിജാസിന്റെയും കുടുംബത്തിന്റെയും പരിശ്രമത്തിൽ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ വളർന്നത്. അപ്പാപ്പൻ്റെ കാലത്ത് കൃഷിയായിരുന്നു. അതിനുശേഷം അപ്പച്ചനായിട്ടും അങ്കിൾമാർ അങ്ങനെ എല്ലാവരുമായിട്ടും കൃഷി തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ ചെമ്മീക്കെട്ടായി. അതും വളരെ മോശം വെള്ളമൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. വളരെ മോശം വെള്ളമാണ് നമ്മുടെ എറണാകുളത്തുള്ളത്. പുഴകളിൽ അവിടെ നിന്നാണ് ഈ കയറണത്. അപ്പോൾ അപ്പം അങ്ങനെയാണ് 2 വീട് നമുക്കിവിടെ ഉണ്ടായിരുന്നത്. ആ വീടൊരു ഹോം സ്റ്റേ എന്ന രീതിയിലോട്ട് ചെയ്ത് ഇപ്പോൾ അത്യാവശ്യം ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ കയാക്കിങ് ഞാനും നമ്മുടെ ഒരു അങ്കിളുണ്ട്, അങ്കിളിൻ്റെ മകനുണ്ട് ജോമോനൊക്കെ. ഞങ്ങൾ ഒരുമിച്ച് ഫാമിലി ഒരുമിച്ചാണ് ഈ 2 ചെയ്യണത്. ഈ കയാക്കിങ്ങിൽ ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടതൊന്നുമല്ല. എനിക്ക് പിന്നിൽ കാണുന്ന സൂര്യാസ്തമനമാണ്. യാത്രയിൽ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നുകൂടിയായി ഈ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ പതിയും. അത്രത്തോളം സുന്ദരമാണ് ഈ ഒരു പ്രകൃതിയുടെ കാഴ്ചയൊക്കെ കണ്ട് ഈ വെള്ളത്തിന് നടുവിലിരുന്ന് ആ സൂര്യാസ്തമനം കാണുക എന്നത്. 400 രൂപയ്ക്ക് വേണ്ടുവോളം കയാക്കിംഗ് നടത്താം. കുറഞ്ഞ ചെലവിൽ ദ്വീപിൽ താമസ സൗകര്യവുമുണ്ട്.
ഇവിടെ വരുന്ന ആളുകൾക്ക് എന്തൊക്കെ ആസ്വദിക്കാൻ കഴിയും? ഇവിടെ നമുക്ക് ഇതൊരു ഐലൻഡ് ആയതുകൊണ്ട് തന്നെ പാലം കാര്യങ്ങളൊന്നും ഇങ്ങാടില്ല, വണ്ടർ ആക്സസ് ഇല്ല. അതുകൊണ്ട് തന്നെ വഞ്ചിയിൽ വലിയ വള്ളത്തിൽ നമ്മൾ സേഫായിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഉപയോഗിച്ച് തന്നെ നമുക്ക് കൊണ്ടുപോകുന്നത് 15 മിനിറ്റോളം ആ വള്ളത്തിൽ യാത്ര ചെയ്തിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് തന്നെ വരുന്നത്. ഈ വലിയ വള്ളത്തിൽ തന്നെ 1 അവർ നമ്മുടെ ഐലൻഡ് മൊത്തം ചുറ്റി കാണാനുള്ള സൗകര്യവുമുണ്ട്. നമ്മുടെ ഈ ദ്വീപിൽ ആൾത്താമസവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് കുറങ്കോട്ട ഐലൻഡാണ്, എറണാകുളം സിറ്റിക്ക് വളരെ അടുത്താണ്. 5 കിലോമീറ്റർ മാത്രം, നമ്മുടെ ഹൈക്കോട്ടിൽ നിന്നൊക്കെ 5 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചെത്താവുന്ന ഒരു ഐലൻഡാണ് കുറങ്കോട്ട ഐലൻഡ്. ഇവിടെ എൻ്റെ അറിവിൽ ഒരു 80ഓളം കുടുംബങ്ങൾ ഈ ഐലൻഡിലുണ്ട്. 300-350ഓളം വോട്ടേഴ്സ് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. അവർക്ക് ആശ്രയം കടത്താണ്. ചേരാനല്ലൂർ പഞ്ചായത്തിൻ്റെ കടത്താണ് അവർക്ക് അതിന് ഇങ്ങോട്ട് വരാനുള്ള ആശ്രയം. അതുപോലെ ഇത് അധികം ആൾക്കാർക്ക് അറിയില്ല ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉള്ള കാര്യം. അതെ, തീർച്ചയായിട്ടും. ഇത് തുടങ്ങിയതിന് ശേഷം എൻ്റെ സുഹൃത്തുക്കളും, അതായത് വർദ്ധയിലുള്ളവർക്ക് പോലും ഇങ്ങനെയുള്ള ഒരു സ്ഥലം അറിയത്തില്ല. അതാണ് സത്യം. അപ്പോൾ ഇതാണ് കുറുങ്കോട്ട ദ്വീപിലെ കാഴ്ചകൾ, കയാക്കിംഗ് വിശേഷങ്ങൾ. അധികമാരും അറിയാത്തൊരു സ്ഥലമാണ്, കൊച്ചിയുടെ ഹൃദയഭാഗത്താണ്. എന്തായാലും ഇവിടുത്തെ ടൂറിസം സാധ്യതകൾ വികസിക്കട്ടെ, കൂടുതൽ ആളുകൾക്ക് ഇവിടേക്ക് വരാം, ഫാമിലിയായും അല്ലാതുമൊക്കെ വരാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. കുറുങ്കോട്ട ദ്വീപിൽ നിന്നും മാഹിനൊപ്പം അശ്വിൻ പാലാഴി, 24. അപ്പോൾ കയാക്കിംഗ് ഒരു നല്ല അനുഭവമാണ്. ഇവിടെ അല്ലെങ്കിലും ഈ കടൽക്കടയിലൂടെ അല്ലെങ്കിലും അല്ലാതെ നമ്മൾ ചെറിയ സ്ഥലങ്ങളിലൊക്കെ കയാക്കിംഗ് ചെയ്യുമ്പോൾ അവിടെ ഭയങ്കര മനോഹരമായ കാഴ്ചയാണ്. അവിടുത്തെ ഒരു കയാക്കിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. അപ്പോൾ ഉറപ്പായി പോവുക. കടൽക്കടയിലൂടെ നല്ല മീനൊക്കെ പിടിച്ച് പൊരിച്ചൊക്കെ തരുന്ന ഇടങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ കടൽക്കടകളൊക്കെ കണ്ടും മീനൊക്കെ കഴിച്ചും എല്ലാ പ്രേക്ഷകരും അങ്ങോട്ടേക്ക് പോവുക. കൊച്ചിയിലേക്ക് വരുന്നവർക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമാണ് വടുതയിലെ ഈ ദ്വീപും അതിനു ചുറ്റുമുള്ള കയാക്കിങ്ങും.